ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഹൈഡ്രോ കാർബണിലെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആൽക്കീൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്കിനി റിമൈനിങ് ആയിട്ട് കിടക്കുന്നത് ആൽക്കൈൻസും ബെൻസീനുമാണ് അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് പോയിന്റ് ബേസ്ഡ് ആണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം കേട്ടോ. അതിൽ നമുക്കിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം ആൽക്കൈൻസ്. സോ ആൽക്കൈൻസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? Alkynes. What is the general formula of alkynes? So as you know, it is CnH2n minus 2 ആണ്. So which is the first member of alkyne series? So when n is equal to 2, so it is C2H2. C2H2, the IUPAC name is ethyne and the common name is acetylene എന്ന് പറഞ്ഞതാണ്. കേട്ടിട്ടുണ്ടായിരിക്കും അസെറ്റിലീൻ എന്നുള്ള ഗ്യാസ് അല്ലേ. സോ C2H2 ഈഥൈൻ അസെറ്റിലീൻ. അടുത്ത മെമ്പർ പ്രൊപ്പൈൻ. നിങ്ങൾക്കറിയാം ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അങ്ങനെയാണ് സീരീസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈഥൈൻ C∼CH ഇങ്ങനെയാണ്. ഇതാണ് ഈഥൈൻ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ ഈഥൈനിൽ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഏതാണ്? കാർബൺ അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ അല്ലേ. അപ്പോൾ കാർബൺ sp ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ CC സിംഗിൾ സിഗ്മ ബോണ്ട്, CH സിഗ്മ ബോണ്ട്, CH സിഗ്മ ബോണ്ടൊക്കെ ഹൈബ്രിഡ് ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴുണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 2 പൈ ബോണ്ട് ഉണ്ട്. അതെങ്ങനെയാണ് ഫോം ചെയ്യുക നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓരോ കാർബണിലും 2 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഉണ്ട്. ഈ 2 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ സൈഡ് വൈസ് വന്ന് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഈ പൈ ബോണ്ടുകൾ അവിടെ ഫോം ചെയ്യുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ലീനിയർ സ്ട്രക്ചർ ഉണ്ടെന്നൊക്കെ പഠിച്ചതാണ് അല്ലേ. നമുക്ക് ആൽക്കൈൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. സോ ഫസ്റ്റ് മെത്തേഡ് ഫ്രം കാൽഷ്യം കാർബൈഡ്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽഷ്യം കാർബൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം എന്തുണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഈഥൈൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഹൗ ക്യാൻ വി പ്രിപ്പയർ? സോ കാൽഷ്യം കാർബൈഡ് CaC2. നമ്മൾ കാൽഷ്യം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഹൈഡ്രോളിസിസ്? അഡീഷൻ ഓഫ് വാട്ടർ. നിങ്ങൾ ഹൈഡ്രജൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡും C2H2ഉം ഫോം ചെയ്യുന്നു. ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ CaC2 plus 2H2O gives calcium hydroxide plus C2H2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ഒഴിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കാൻ വിചാരിക്കുക, ഇതിങ്ങനെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കിട്ടും എന്ന് ഓർമ്മിച്ചോളൂ. C2H2 കേട്ടോ, തെറ്റിക്കരുത്. ഈ നോക്കൂ, ഈ കാൽഷ്യം കാർബൈഡ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇവിടുന്ന് അപ്പോൾ കാൽഷ്യം കാർബൈഡ് കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ കാൽഷ്യം കാർബൈഡ് കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് ആദ്യം കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുക. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ്. ഈ കാൽഷ്യം ഓക്സൈഡിനെ കാർബണുമായി ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാൽഷ്യം കാർബൈഡും നമുക്ക് കാർബൺ മോണോക്സൈഡും കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് 3 കാർബൺ ഗീവ്സ് കാൽഷ്യം കാർബൈഡ് പ്ലസ് കാർബൺ മോണോക്സൈഡ്. അങ്ങനെയാണ് നമുക്ക് ഇതിനാവശ്യമായ കാൽഷ്യം കാർബൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാ ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? അസെറ്റിലീൻ ഓർ ഈഥൈൻ. സിമ്പിൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ മാങ്ങ പഴുപ്പിക്കാനൊക്കെ കാൽഷ്യം കാർബൈഡ് കുത്തിവെക്കുന്നുണ്ട്, നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? അസെറ്റിലീനാണ്. ഇത് വെൽഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അസെറ്റിലീൻ എന്ന് നിങ്ങൾക്കറിയാം. ഓക്സി അസെറ്റിലീൻ ഫ്ലെയിം ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ. സോ നെക്സ്റ്റ് മെത്തേഡസ് അടുത്തത് ഫ്രം വിസിനൈൽ ഡൈഹാലൈഡ്. ഫ്രം എന്താ വിസിനൈൽ എന്ന വാക്കുകൊണ്ട് ഉപദേശിക്കുന്നത്? വിസിനാൽ ഡൈഹാലൈഡ്. തൊട്ടടുത്ത കാർബണിൽ ഡൈഹാലൈഡാണ്. അപ്പോൾ 2 ഹാലജൻസ് ഉണ്ടെന്ന് ഉറപ്പാണ്.
തൊട്ടടുത്ത കാർബണിൽ ഹാലജൻ വരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിസിനാൽ എന്ന വാക്കുപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇത് 1,2 ഡൈബ്രോമോ ഈഥേൻ ആണ്. ഒന്നാമത്തെ കാർബണിലും ബ്രോമിൻ ഉണ്ട്, രണ്ടാമത്തെ കാർബണിലും ബ്രോമിൻ ഉണ്ട്. നമുക്ക് ഇതിനെ CH ട്രിപ്പിൾ ബോണ്ട് CH ആക്കി മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൽ ഒന്നാമത്തെ കാർബണിൽ നിന്ന് എന്തൊഴിവാക്കിയാൽ എന്തായാലും ട്രിപ്പിൾ ബോണ്ട് ആക്കണം. അപ്പോൾ എന്തായാലും എലിമിനേഷൻ നടക്കണം. നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിൽ വരിക സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ട്രിപ്പിൾ ബോണ്ട് ആക്കാന്ന് പറഞ്ഞാൽ എലിമിനേഷൻ നടക്കേണ്ടത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എലിമിനേഷൻ നടക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് ആൽക്കീനിൽ ഹൈഡ്രൻ, ഇവിടുന്ന് ഹൈഡ്രൻ പോകണം, HBr എലിമിനേറ്റ്, 2 HBr മോളിക്യൂൾ നമുക്ക് പോയി കിട്ടണം, എന്നാലാണ് ഇത് കിട്ടുക. അങ്ങനെ ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിയേജൻറ്റ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതാ റിയേജൻറ്റ്? ആൽക്കഹോളിക് KOH ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ വിസിനാൽ ഡൈഹാലൈഡിനെ ആൽക്കൈനാക്കി മാറ്റാൻ treated with alcoholic KOH ചെയ്താൽ മതി. So we get alkyne. So these are the two methods. So number 1 is from calcium carbide. Number 2 from vicinal dihalide നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഇത്രയുമാണ് പ്രിപ്പറേഷൻ. ഇപ്പോൾ നമ്മളെ കയ്യിൽ ആൽക്കൈൻ കിട്ടി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്തൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ആൽക്കൈൻസ് അണ്ടർഗോ ചെയ്യുക എന്നുള്ളത് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ആൽക്കൈൻസ് മൾട്ടിപ്പിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ഏതായിരിക്കും? അഡീഷൻ റിയാക്ഷൻസ് ആണ്. സോ ദേ അണ്ടർഗോ അഡീഷൻ റിയാക്ഷൻസ്. നമ്പർ 2 ദേ അണ്ടർഗോ ദിസ് നമുക്ക് അറിയാം അഡീഷൻ റിയാക്ഷൻസ് തന്നെ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, അഡീഷൻ ഓഫ് ഹാലജൻ ഉണ്ട്, അഡീഷൻ ഓഫ് വാട്ടർ ഉണ്ട് എന്നുള്ള ഓർമ്മിക്കാം. പിന്നെ അവരുടെ റിയാക്ഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാറുണ്ട്. പിന്നെ അവർ അസിഡിക് ക്യാരക്ടർ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരുടെ അത്രയുമാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്. അപ്പോൾ അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ ഇത് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. സോ ഫസ്റ്റ് വൺ അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ. നോക്കൂ, CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിലെ കാർബൺ sp ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഇതിന് സോഡിയം മെറ്റലുമായി റിയാക്ട് ചെയ്ത് സോഡിയം എഥനൈഡ് ഫോം ചെയ്യാനുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ട്. പ്ലസ് ഹൈഡ്രജനെ H2 ഹൈഡ്രജനെ ഒഴിവാക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ, സോ വാട്ട് ഈസ് എൻ ആസിഡ്? ആസിഡ് ഈസ് എ പ്രോട്ടോൺ ഡോണർ. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ CH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനെ ഒഴിവാക്കാൻ ഇവിടെ H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആൽക്കൈൻസ് ആർ അസിഡിക് ഇൻ നേച്ചർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൽക്കൈൻസിന് അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ നോക്കൂ, HCl is a good acid because chlorine is highly electronegative, hence it removes H+ ions very easily അല്ലേ. അതേപോലെ നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ കാർബൺ sp ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലാണ്. നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട് sp ഹൈബ്രിഡ് കാർബൺ ആറ്റം ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ sp2 ഓർ sp3 അല്ലേ. അപ്പോൾ ഈ കാർബൺ ഈ ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പോൾ H+നെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൽക്കൈൻസിൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൽക്കൈൻസ് അസിഡിക് ആയിട്ടാണ്. അവർക്കൊരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട് അസിഡിക് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് sp ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നോട്ട് ചെയ്യാം. നമ്മളിത് S ബ്ലോക്ക് എലമെൻസിൽ അനോമലസ് പ്രോപ്പർട്ടി ഓഫ് ലിഥിയത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദിസ് lithium does not undergo this type of reaction. ഓർമ്മയുണ്ടാവും, സോഡിയം undergoes but lithium does not undergo this type of reaction. അതൊന്ന് ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. So this is about the acidic character of alkyne. So next one നമുക്ക് അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൽക്കൈൻ ആണ്. അത് വളരെ സിമ്പിളാണ്. അത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ CH ട്രിപ്പിൾ ബോണ്ട് CH+ H2 എന്തുണ്ടാവുക? നിക്കൽ കാലിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് CH3 2H2 ചെയ്താൽ CH3 കിട്ടുന്നുണ്ട്. നമ്മൾ പഠിച്ച റിയാക്ഷനാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ CH ട്രിപ്പിൾ ബോണ്ട് CH+ അഡീഷൻ ഓഫ് ഹാലജൻ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CCl4 നമുക്ക് കിട്ടുന്നതായിരിക്കും 2 ബ്രോമിൻ മോളിക്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു 1 ബ്രോമിൻ തന്നെ മതി. അപ്പോൾ CH2CH
ഡബിൾ ബോണ്ട് CH(Br) ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടും. പിന്നെയും നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CH(Br2) ഇങ്ങനെ കിട്ടും. CH(Br) Br സിംഗിൾ ബോണ്ട് CH(Br) സോ 1122 ടെട്രാബ്രോമോ ഈഥേനായിട്ട് മാറും. ഈ റിയാക്ഷൻ ചെയ്യുന്ന സമയത്തുള്ള ഒബ്സർവേഷൻ എന്താണ്? ഓറഞ്ച് റെഡ് കളർ ഓഫ് ബ്രോമിൻ ഡിസപ്പിയർ. ഇതൊന്നും നമ്മുടെ ഫോക്കസ് പോയിന്റിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. ഇനി നമ്മുടെ ഫോക്കസ് പോയിന്റിൽ വരുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നത് അഡീഷൻ ഓഫ് വാട്ടർ ആണ്. അഡീഷൻ ഓഫ് വാട്ടർ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ് അഡീഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഈഥൈൻ ഇപ്പോൾ എഴുതണേ, കെമിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മുടെ ഫോക്കസ് പോയിന്റിൽ വരുന്നതാണ് അഡീഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഈഥൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് വാട്ടർ, നമുക്ക് വാട്ടറിനെ H+OH- എന്നെഴുതാം. സോ വി ഗെറ്റ് എന്താ കിട്ടുക? നമുക്ക് ആഡ് ചെയ്യാം. ട്രിപ്പിൾ ബോണ്ട് കോമ്പൗണ്ട് അല്ലേ, മനസ്സാക്ഷിയ കോമ്പൗണ്ടാണ്. നമ്മളിത് സിമെട്രിക്കലാണ്, രണ്ട് ഭാഗത്തും കാർബണിൽ ഹൈഡ്രജൻ ആറ്റം ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ മാർക്കോണിക്കോവ് റൂളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ H+ ഇവിടെ ആഡ് ചെയ്തു, OH- ഇവിടെ ആഡ് ചെയ്തു. സോ വി ഗെറ്റ് CHOH ഡബിൾ ബോണ്ട് CH2 എന്ന് കിട്ടിയില്ലേ? ഈ റിയാക്ഷൻ നമുക്കറിയാം, ഈ ആൽക്കൈൻസ് നോൺ പോളാറാണ്, വാട്ടർ പോളാറാണ്. അപ്പോൾ അവർ തമ്മിൽ കണ്ടാൽ വലിയ ഇതുണ്ടാവില്ല, മിസ്സബിൾ ആവില്ല അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കാറ്റലിസ്റ്റ് ആഡ് ചെയ്യണം. സോ ഹിയർ വി ആർ ആഡിങ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് മെർക്യൂറിക് സൾഫേറ്റ് ആസ് കാറ്റലിസ്റ്റ്. നല്ലോണം ഓർമ്മിക്കുക, റിയാക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ ഈ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് വേണം. ഇതില്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കില്ല എന്നുള്ളതാണ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും മെർക്യൂറിക് സൾഫേറ്റും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കോമ്പൗണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടും. നോക്കൂ, ഇതൊന്ന് ഐസോമറൈസേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഐസോമറൈസിൻ്റെ പേരൊന്നുമില്ല, കീറ്റോ ഇനോ ടോട്ടോമറിസം എന്നൊക്കെ പറയും. അത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട. ഐസോമറൈസേഷൻ എഴുതിയാൽ മതി. ഐസോമറൈസസ് ടു ഗെറ്റ് CH3CH2 ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും അവിടെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കൂ, ജസ്റ്റ് ഇങ്ങനെ ഇത് ശരിക്കും മെക്കാനിസം എല്ലാം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ CH3CHO ആയി. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ CH3 ആയി. അപ്പോൾ CH3CHO കിട്ടും. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? അസറ്റാൽഡിഹൈഡ് ആണ് പേര്, അല്ലെങ്കിൽ IUPAC നെയിം എഥനാൽ ആണ്. അപ്പോൾ ഈഥൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ ഉണ്ടാവുന്ന കോമ്പൗണ്ട് എഥനാൽ ആണ്. ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഈസ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് മെർക്യൂറിക് സൾഫേറ്റ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും, നല്ലോണം ഓർമ്മിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഈഥേൻ എടുത്തു, നമ്മൾ അടുത്ത കോമ്പൗണ്ട് എടുക്കുന്നത് പ്രൊപ്പൈനാണ്. CH3C ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് വാട്ടർ. ഇതേ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തു. സോ യു റൈറ്റ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ. ശ്രദ്ധിച്ച് എഴുതിക്കോളൂ. നമ്മൾ എപ്പോഴും അഡീഷൻ റിയാക്ഷൻസ് വന്നാൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട വ്യക്തി ആരാണ്? മാർക്കോണിക്കോവ് ആണ്. അപ്പോൾ നമ്മൾ മാർക്കോണിക്കോവിനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് എഴുതാണ്. ഇത് പോസിറ്റീവ് ഭാഗം ഇവിടേക്ക് മാത്രമേ പോവുള്ളൂ, നെഗറ്റീവ് ഭാഗം ഇവിടേക്ക് മാത്രമേ പോവുള്ളൂ. സോ വി ഗെറ്റ് CH3ക്ക് ഒരു മാറ്റവും ഇല്ല. CH3 അതേപോലെ എഴുതി, നമുക്ക് ഇങ്ങനെ കിട്ടി. ഡബിൾ ബോണ്ട് CH2 എഴുതി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതും ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസോമറൈസേഷൻ ചെയ്യുന്നു. ഐസോമറൈസേഷൻ. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓർമ്മിക്കുക, ഈ ഹൈഡ്രജൻ ഇവിടേക്കും പോയി. സോ നമുക്ക് കിട്ടും CH3C ഡബിൾ ബോണ്ട് O CH3 എന്ന് പറഞ്ഞാൽ ഏതാ കോമ്പൗണ്ട്? വി ഗെറ്റ് അസറ്റോൺ ഓർ എഥനോൺ, അസറ്റോൺ ഓർ പ്രൊപ്പനോൺ ഒബ്റ്റെയിൻ. ഈ കോമ്പൗണ്ട് IUPAC നെയിമാണ് പ്രൊപ്പനോൺ. അസറ്റോൺ ഓർ പ്രൊപ്പനോണസ് ഒബ്റ്റെയിൻ. സോ ഈ രണ്ട് റിയാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമുക്ക് ഫോക്കസ് പോയിന്റിലുള്ളത്. സോ നെക്സ്റ്റ് റിയാക്ഷനസ്, അടുത്ത ഫോക്കസ് പോയിന്റിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പോളിമറൈസേഷൻ. സോ നെക്സ്റ്റ് റിയാക്ഷൻ ആസ് പോളിമറൈസേഷൻ. സോ നെക്സ്റ്റ് റിയാക്ഷൻ ആസ് പോളിമറൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്ലിക് പോളിമറൈസേഷൻ എഴുതിക്കോളൂ. കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പ്രത്യേക സൈക്ലിക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം 3CH ട്രിപ്പിൾ ബോണ്ട് CH 3 ഇഥാൻ മാളിക്യൂളിനെ റെഡ് ഹോട്ട് ട്യൂബിലൂടെ
പാസ് ചെയ്യാണ്. നല്ല ചുട്ടു പഴുത്ത റെഡ് ഹോട്ട് ട്യൂബിലൂടെ പാസ് ചെയ്യാണ്. ടെമ്പറേച്ചർ 873 കെൽവിൻ. നല്ല, അപ്പോൾ നമ്മൾ ഈഥൈൻ എടുത്തിട്ടുണ്ട്. ചുട്ടുപഴുത്ത ട്യൂബിലൂടെ അങ്ങനെ ഈഥൈനെ പാസ് ചെയ്യാണ്. ആ ട്യൂബിൽ ടെമ്പറേച്ചർ 873 കെൽവിനാണ്. അപ്പോൾ ഈ 3 ഇഥൈൻ മോളിക്യൂൾ അവിടെ സൈക്ലിക് ഫോമിലേക്ക് മാറിയിട്ട് അത് പോളിമറൈസ് ചെയ്തിട്ട് ബെൻസീൻ മോളിക്യൂളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബെൻസീൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് ഇതും. ഈ റിയാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. 3 CH ട്രിപ്പിൾ ബോണ്ട് CH, അങ്ങനെ 3 തരണമെന്നില്ല. CH ട്രിപ്പിൾ ബോണ്ട് CH ഈ കണ്ടീഷൻ തരും. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. അവിടെ ഫില്ല് ചെയ്യാൻ പറയും നിങ്ങളോട്. അപ്പോൾ നമ്മൾ എന്തെഴുതുക? ബെൻസീൻ എന്നെഴുതാം. സോ ഈഥൈൻ undergoes cyclic polymerization, we get benzene. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഫോക്കസ് പോയിന്റ് ബേസ് 2 കെമിക്കൽ പ്രോപ്പർട്ടിയെ പഠിക്കാനുള്ളൂ. നമ്പർ 1 അഡീഷൻ ഓഫ് വാട്ടർ, നമ്പർ 2 നമുക്ക് ഡിസ്കസ് ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്ലിക് പോളിമറൈസേഷനാണ്. ഇത്രയുമാണ് ആൽക്കൈനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആൽക്കീൻ, ആൽക്കൈനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കടുത്തത് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്താണ് എന്ന് നോക്കണം. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്താ? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ, ആരോമ എന്ന് പറഞ്ഞാൽ എന്താ? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ഈ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വിശ്വാസമായിരുന്നു എല്ലാ ആരോമാറ്റിക് കോമ്പൗണ്ടിനും നല്ല സ്മെല്ലുണ്ട്, ബ്യൂട്ടിഫുൾ സ്മെല്ലുണ്ട് എന്നുള്ളത്. ആരോമ മീൻസ് സ്വീറ്റ് സ്മെൽ എന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസം അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മൾ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന വാക്ക് ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. എല്ലാ നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സും സ്വീറ്റ് സ്മെല്ലൊന്നുമല്ല, എന്നാൽ നമ്മൾ പേര് മാറ്റിയില്ല എന്ന് മാത്രം. അപ്പോൾ ഇതിൽ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് മെമ്പർ നമുക്ക് ഓർമ്മ വരും. ഏതാ ബേസിക് മെമ്പർ? ബെൻസീൻ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സ്ട്രക്ചർ കാണാം, ബെൻസീൻ ചിത്രത്തിൽ സ്ട്രക്ചർ കാണാം. ഇതാണ് ബെൻസീൻ റിംഗ്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെയും എഴുതാറുണ്ട്, ഒരു വട്ടമിട്ട് എഴുതാറുണ്ട്. ഈ ബെൻസീൻ റിങ് അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. C6H6 ആണ് മോളിക്കുലർ ഫോമുല നമുക്കറിയാമായിരുന്നു. ഇത്രയും മനോഹരമായൊരു സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അദ്ദേഹത്തിന് ചിത്രത്തിൽ കാണാൻ പറ്റും. ഓഗസ്റ്റ് കെക്യൂൾ എന്ന ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ഒരു ബെൻസീന് ഇത്രയും നല്ല സ്ട്രക്ചർ കണ്ടെത്തിയത്. നിങ്ങൾക്ക് കെക്യൂളിനെ പറ്റി അറിയുണ്ടാവും. അദ്ദേഹം മോഡേൺ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫൗണ്ടറാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹമാണത്ര ആദ്യമായി കാർബണുമായിട്ട് തന്നെ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ കെക്യൂളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം അത് മനസ്സിലാക്കി. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ബെൻസീൻ റിങ്ങിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രാക്ടിക്കൽസ് ചെയ്തു നോക്കി, എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു നോക്കി. അവസാനം അദ്ദേഹത്തിന് അത് സാധ്യമായത് കെക്യൂളിൻ്റെ സ്വപ്നത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാം കെക്യൂളിൻ്റെ ഫോട്ടോ ചുറ്റും ഒരു പാമ്പിൻ്റെ ഫോട്ടോ പോലെ വെച്ചിട്ടുണ്ട് അവിടെ, അല്ലേ? അതിന് കാരണം ഇതാണ്. അദ്ദേഹം ഒരു ദിവസം ഉറങ്ങുമ്പോൾ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു അത്രേ. ആ സ്വപ്നത്തിൽ ഒരു പാമ്പ് അതിൻ്റെ തലയുടെ ഭാഗത്തേക്ക് വാല് വന്ന് ടച്ച് ചെയ്യുന്ന സ്വപ്നമാണ് കണ്ടത്. ആ സ്വപ്നത്തിൽ നിന്നാണ് ബെൻസീന് ഒരു സൈക്ലിക് അപ്പോൾ നോക്കൂ, തലയിൽ വന്ന് വാല് ടച്ച് ചെയ്യാന്ന് പറഞ്ഞ ഒരു സൈക്ലിക് ഫോമിലേക്കാണ് വരുന്നത്. അങ്ങനെയാണ് ബെൻസീന് ഒരു സൈക്ലിക് സ്ട്രക്ചറിലേക്ക് വരാൻ ഉണ്ടായൊരു കാരണം നമ്മളുടെ കെക്യൂളിൻ്റെ മനോഹരമായ സ്വപ്നമാണ് എന്നുള്ളത് വളരെ പ്രത്യേകം ഓർമ്മിക്കാം. അപ്പോൾ ബെൻസീൻ സ്ട്രക്ചർ കെക്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമുക്കതൊന്നും ഇപ്പോൾ പഠിക്കാനില്ല, ഫോക്കസ് പോയിൻ്റ് അതൊന്നും പഠിക്കാനില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ബെൻസീൻ ഹാസ് സൈക്ലിക് സ്ട്രക്ചർ in which alternate double and single, the carbon atom are connected by alternate double and single bond, and each carbon atom is attached to hydrogen atom also. This is the structure of benzene. അപ്പോൾ നോക്കൂ, സൈക്കിൾ സ്ട്രക്ചർ ഉണ്ട്, ആൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഉണ്ട്, പിന്നെ ഓരോ കാർബൺ ആറ്റവും ഹൈഡ്രജനുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഒരിക്കലും ഈ ഡബിൾ ബോണ്ട് ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ഫിക്സഡ് ആണ് എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇതിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി 6 കാർബണും ഒരുപോലെ ബാധകമാണ്.
അതായത് ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് പോസിബിൾ. അതാണ് നമ്മളിങ്ങനെ വട്ടമിട്ട് കാണിക്കുന്നത്. നമ്മൾ ആൽക്കീൻസ് ഒക്കെ എഴുതുമ്പോൾ 2 ബ്യൂട്ടീൻ എഴുതുമ്പോൾ 2നും 3നും ഇടയ്ക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ ലോക്കലൈസ്ഡ് ആണ്. പക്ഷേ ബെൻസീൻ്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരിക്കലും ഇപ്പോൾ 1നും 2നും ഇടയ്ക്ക് ലോക്കലൈസ്ഡ് അല്ല. നമ്മൾ എന്താ പറയുന്നത്? ഡീലോക്കലൈസേഷൻ ഓഫ് pi electron density is possible in benzene. Due to this delocalized pi electron density, benzene molecule is found to be stable. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഈ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആയതുകൊണ്ടാണ് ഈ ബെൻസീൻ റിങ്ങിന് സ്റ്റെബിലിറ്റി ഉള്ളത് എന്ന കാര്യം ഓർമ്മിക്കുക. അതുകൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന്, ഇപ്പം നമുക്കറിയാം ഡബിൾ ബോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ അഡീഷൻ റിയാക്ഷൻ പെട്ടെന്ന് അണ്ടർഗോ ചെയ്യണം. പക്ഷേ ബെൻസീൻ ഒരിക്കലും അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അവർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഈ ബെൻസീൻ റിങ്ങിൻ്റെ സ്ട്രക്ചറിന് ഒരു കോട്ടവും പറ്റാതിരിക്കാൻ അവർ റിയാക്ഷൻ സമയത്ത് നോക്കാറുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് ബെൻസീൻ നോക്കൂ. ബെൻസീൻ ഒരു വോളറ്റൈൽ ലിക്വിഡായിട്ട് കാണുന്നൊരു കോമ്പൗണ്ടാണ്. അത് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ അത് ഭയങ്കര പോയ്സണസ് ആണ് ബെൻസീന്. അതുപോലെ സോൾവെൻ്റായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ബെൻസീൻ. നമ്മൾ അടുത്തത് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഈ ബെൻസീൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ വളരെ 2 മെത്തേഡ്സ് മാത്രമാണ് പ്രിപ്പറേഷനിൽ നമുക്ക് പഠിക്കുകയാണ്. ഒരു മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താ മെത്തേഡ്? പോളിമറൈസേഷനോ സൈക്ലിക് പോളിമറൈസേഷനോ ഈഥൈൻ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല അവിടെ. ഇനി അടുത്ത മെത്തേഡ് നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ കോൾബ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഡീകാർബോക്സിലേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആസിഡിൽ നിന്ന് സോഡിയം സാൾട്ടോ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റിയാൽ നമുക്ക് ആൽക്കീൻ കിട്ടുമെന്ന് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ വിചാരിക്കാം. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ബെൻസീനാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ബെൻസീൻ റിങ്ങുള്ള ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ട് എടുക്കണം. ദാറ്റ് ഈസ് സോഡിയം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. അതിന് സോഡിയം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് എടുത്തു. നമുക്കിതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യണം. നമ്മളന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റാൻ പറ്റിയ ഏറ്റവും നല്ല റിയേജൻ്റാണ് സോഡ ലൈം, ട്രീറ്റഡ് വിത്ത് സോഡ ലൈം. വാട്ട് ഈസ് സോഡ ലൈം? മിക്സ്ചർ ഓഫ് NaOH ആൻഡ് കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് is heated with soda lime. We get benzene. So benzene plus Na2CO3, sodium carbonate കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം അന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, Na2CO3 ഇവിടെ എലിമിനേറ്റഡ് ആയി പോകുന്നു. ഹൈഡ്രജൻ വന്ന് ലിങ്ക് ചെയ്യുന്നു, ബെൻസീൻ കിട്ടുന്നു പ്ലസ് Na2CO3. ഷോർട്ട് കട്ടിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ഈ റിയാക്ഷൻ ഓർമ്മിക്കും. നെക്സ്റ്റ് മെത്തേഡ് ഫ്രം ഫീനോൾ. നമ്പർ 2 എഴുതിക്കോളൂ. ഫ്രം ഫീനോൾ. എന്താ ഫീനോൾ? നിങ്ങൾ ഫീനോൾ എന്നുള്ള വാക്കൊക്കെ നമ്മളിപ്പോൾ നല്ലോണം കേൾക്കുന്നതാണ് അല്ലേ. ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഫീനോൾ. മോളിക്കുലർ ഫോമുല നിങ്ങൾക്ക് അറിയാം, C6H5OH ആണ് ഫീനോൾ. C6H5OH ആണ് ഫീനോൾ. കോമ്പൗണ്ട് പേര് ഫീനോൾ. ഫീനോളിനെ ബെൻസീൻ ആക്കണം. അപ്പോൾ എന്ത് മാറ്റം വരുത്തിയാൽ മതി? നമുക്ക് C6H6 ആക്കി മാറ്റണം. C6H5OHനെ C6H6 ആക്കണം. അപ്പോൾ എന്തില്ല അവിടെ? ഓക്സിജൻ ഇല്ല. റിമൂവൽ ഓഫ് ഓക്സിജൻ ചെയ്യണം. റിമൂവൽ ഓഫ് ഓക്സിജൻ നമ്മൾ എന്താ പറയുക? റിഡക്ഷൻ അല്ലേ. അപ്പോൾ റിഡക്ഷൻ ഓഫ് ഫീനോൾ. അപ്പോൾ നമ്മൾ എങ്ങനെ റിഡക്ഷൻ ഓഫ് ഫീനോൾ ചെയ്യാൻ ചോദിച്ചാൽ, നമ്മൾ ഈ ഫീനോളിനെ സിങ്ക് ഡസ്റ്റ് പാസ് ചെയ്യുക. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യുന്നറിയോ? ഈ ഓക്സിജൻ്റെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. സോ ഫീനോൾ വെൻ treated with zinc dust we get benzene, C6H6 plus zinc oxide is formed. അപ്പോൾ ഫീനോൾ ഇതും നമ്മൾ കംപ്ലീറ്റ് ദ റിയാക്ഷൻ ചോദിക്കാറുണ്ട്. ഫീനോൾ ഇത് തരും, ഇവിടെ ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ C6H6 എന്ന് എഴുതണം. ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഫ്രം സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് ഫ്രം ഫീനോൾ. പിന്നെ ഓൾറെഡി പഠിച്ച മെത്തേഡ് ഉണ്ട്, കാൽഷ്യം കാർബൈഡ് പ്ലസ് വാട്ടർ. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും പ്രിപ്പറേഷൻ മെത്തേഡ് അല്ലേ. നെക്സ്റ്റ് വൺ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെൻസീന് കെമിക്കൽ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഈ ബ്യൂട്ടിഫുൾ സ്ട്രക്ചറിന്
പൊട്ടിക്കാൻ ഇഷ്ടമില്ല, അതിനൊരു ഡാമേജും വരുത്താതെ നോക്കുക ചെയ്യാം. അപ്പോൾ അവർ റെഡിയാണ്. ഇവിടെയുള്ള ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള റിയാക്ഷൻസ് ആണ് ബെൻസീൻ റിങ്ങിന് ഏറ്റവും ഇഷ്ടം. അപ്പം ബെൻസീൻ അണ്ടർഗോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, പിന്നെ ഡ്രാസ്റ്റിക് കണ്ടീഷൻസിൽ അവർ അഡീഷൻ റിയാക്ഷൻ ചെയ്യും, കമ്പഷൻ റിയാക്ഷൻസും ചെയ്യാറുണ്ട്. അപ്പോൾ നോക്കും 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ ദർ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്പർ 2 അഡീഷൻ റിയാക്ഷൻ, നമ്പർ 3 കമ്പഷൻ റിയാക്ഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ വളരെ കുറച്ച് മാത്രമേ ഫോക്കസ് പോയിന്റിൽ പഠിക്കാനുള്ളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹെഡിങ് എഴുതിക്കോളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിന് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ശരിക്കും ഇതിൻ്റെ മെക്കാനിസം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ആ റിയാക്ഷൻസ് മാത്രം പഠിച്ചു വയ്ക്കാം. സോ നമ്പർ 1 നൈട്രേഷൻ. നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ പഠിക്കുന്നത് നൈട്രേഷൻ റിയാക്ഷൻസ് ആണ്. സോ നൈട്രേഷൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക ചോദിച്ചാൽ, ബെൻസീനസ് ട്രീറ്റഡ് വിത്ത് നൈട്രേറ്റിംഗ് മിക്സ്ചർ. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത്. അത് 323 to 333 കെൽവിൻ വരെ നമുക്ക് ഹീറ്റ് ചെയ്യാം. 333 കെൽവിൻ വരെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ചോദിച്ചാൽ, നോക്കൂ, ഇവിടുത്തെ ബെൻസീൻ്റെ മുകളിൽ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഈ ഹൈഡ്രജന് പകരം NO2 ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. NO2, അപ്പം നൈട്രോ ബെൻസീൻ പ്ലസ് H2O ആണ് കിട്ടുന്നത്. നൈട്രോ, ഇതിൻ്റെ പേര് നൈട്രോ ബെൻസീൻ എന്നാണ്. So this compound is known as nitrobenzene. So when benzene is treated with a mixture of concentrated HNO3 and constant sulfuric acid at a high temperature, we get nitrobenzene, and this reaction is known as nitration reaction. Clear ആയിട്ടുണ്ടായിരിക്കും. ഈ ഹൈഡ്രജന് പകരം NO2 ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So we get nitrobenzene. ക്ലിയർ ആയില്ലേ? അടുത്ത റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരു നെയിം റിയാക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. എഴുതി വയ്ക്കണേ. നെക്സ്റ്റ് നമ്പർ 2 ഫ്രീഡൽ ക്രാഫ്റ്റ്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന റിയാക്ഷനാണ്. നമ്മൾ അതിൻ്റെ നെയിം റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഫ്രീഡൽ ക്രാഫ്റ്റ് alkylation reactions. So this reaction is known as Friedel-Crafts alkylation. ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കൂ, Friedel-Craftsനെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും അത് ബെൻസീൻ്റെ റിയാക്ഷനാണ്. ഇവിടെ ബെൻസീനാണ്. ദിസ് ബെൻസീൻ ഇസ് ട്രീറ്റഡ് വിത്ത്, നോക്കൂ, ഈ റിയാക്ഷൻ ചെയ്യുമ്പോഴുള്ള ഗുണം, നമുക്ക് ബെൻസീൻ്റെ ഹയർ ഹോമോലോഗസ് ആക്കി കൺവേർട്ട് ചെയ്യാം. അടുത്ത മെമ്പർ ആരാ? ബെൻസീൻ കഴിഞ്ഞ അടുത്ത മെമ്പർ നിങ്ങൾക്കറിയാം, ടൊലുവീൻ ആണ് അല്ല? ഇതിൻ്റെ മുകളിൽ CH3 ഗ്രൂപ്പ് വന്നാൽ നമ്മളതിനെ ടൊലുവീൻ അല്ലെങ്കിൽ മിഥൈൽ ബെൻസീൻ എന്ന് പറയുന്നു. അപ്പം ബെൻസീനെ അതിൻ്റെ ഹയർ ഹോമോലോഗസ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ആൽക്കൈലേഷൻ, ഫ്രീഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നോക്കൂ, ഇനി ബെൻസീനെ മിഥൈൽ ബെൻസീനാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ബെൻസീനെ എന്തുമായി റിയാക്ട് ചെയ്യിക്കണം എന്നുള്ളതാണ്. എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ. ഇവിടെ നമുക്ക് മിഥൈൽ ഗ്രൂപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മിഥൈൽ ഗ്രൂപ്പുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം, മീഥൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്തു. ഈ മിഥൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുമ്പോൾ റിയാക്ഷൻ നമുക്ക് നടക്കണമെങ്കിൽ അവിടെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് അത്യന്താപേക്ഷിതമാണ്. സോ വി ഹാവ് ടു യൂസ് അൺഹൈഡ്രസ് AlCl3. ഇയാളിവിടെ ഇല്ല എങ്കിൽ റിയാക്ഷൻ നോട്ട് പോസിബിൾ ആണ്. സോ വി ഗെറ്റ് toluene plus HCl. So when benzene is treated with alkyl halide in presence of anhydrous AlCl3, we get methyl benzene.